ശ്രീ കെവിൻ പീറ്റർ, നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ശ്രീ ജലീൽ പുനലൂരിൻ്റെ പ്രതികരണം താങ്കൾ കേട്ട് കാണുമല്ലോ. അതായത് ഈ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഇത്ര വലിയൊരു അക്രമ സംഭവത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഉത്തർപ്രദേശിലെ ബറേലിയും ഗോരഖ്പൂരിനെ പറ്റിയും ഛത്തീസ്ഗഡിലെ റായ്പൂരിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതായത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നില്ല. ഒപ്പം കാസ പോലെ ഒരു സംഘടന, ഒരു ദേശീയ സ്വഭാവമുള്ള ക്രൈസ്തവ സംഘടനയ്ക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്കും താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ ഉൾപ്പെടുന്ന താങ്കളുടെ പാർട്ടി കഴിഞ്ഞ ദിവസമല്ലേ പാലക്കാട് പുതുശ്ശേരിയിലെ RSSകാർ കരോൾ സംഘത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞ വാർത്തയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ ചർച്ച നടത്തിയത് അല്ലേ? മറ്റൊരു ഏരിയയിലേക്ക് കുറച്ച് 35 രൂപയുടെ സാന്താക്ലോസിന്റെ തൊപ്പിയും ഏതോ ഒരു ചുവന്ന നൈറ്റിയും ഇട്ട് CPMന്റെ പേരെഴുതിയ CPM എന്ന് എഴുതിയ ബാൻഡ് സെറ്റുമായി പോയി അവിടുത്തെ ഏതോ ഒരു മദ്യപിച്ചു ഉണ്ടായ ആളുകളുമായിട്ട് പ്രശ്നമുണ്ടാക്കി. അവിടെ ഒരു സംഘർഷം ഉണ്ടായതിന്റെ പേരിൽ RSSകാർ കരോൾ സംഘത്തെ ആക്രമിച്ചു എന്നുള്ളത് താങ്കളുടെ പാർട്ടി പറഞ്ഞത്, താങ്കളുടെ നേതാക്കൾ പറഞ്ഞത് അല്ലേ? ഇതേ കരോൾ സംഘമല്ലേ അവിടെ രാത്രിയുടെ മറവിൽ എന്താണ് നടന്നത് എന്നുള്ളത്, പുതുശ്ശേരിയിൽ നടന്നത് എന്നുള്ളത് അറിയില്ല. അവരുടെ മറ്റൊരു ഏരിയയിലേക്ക് കടഞ്ഞു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി, അവർക്ക് മർദ്ദനമേറ്റു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്നത്. അവർ നടത്തിയത് എവിടേക്കെങ്കിലുള്ള മാർച്ചല്ല, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പരിപാടിയല്ല, ഒന്നുമല്ല. ക്രൈസ്തവ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കരോളാണ് അവർ നടത്തിയത്. ആ ഒരു സംഘത്തെയാണ് ഇത്രയും നിഷ്ഠൂരമായി ആക്രമിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല. അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഉത്തരേന്ത്യയിലേക്ക് പോവുകയും കാസയെക്കുറിച്ച് സഹതപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വിഷയം ജലീൽ പുനലൂർ, ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ പാരമ്പര്യം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ മണ്ണിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഉത്തരേന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച വാർത്തകൾ, നിങ്ങൾ പടച്ചുവിടുന്ന ആ വാർത്തകൾ, നിങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്ന ആ വാർത്തകളിൽ വിശ്വസിച്ച് അതിന്റെ പുറത്ത് തൂങ്ങാൻ ഞങ്ങൾക്ക് സമയമില്ല. അപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ അതേക്കുറിച്ച് പറയുകയല്ല വേണ്ടത്. നിങ്ങളുടെ പതിവ് നിങ്ങളുടെ ചായക്കട, ബാർബർ ഷോപ്പ് ചർച്ചകളാണ്. ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കസാഖിസ്ഥാനിലെയും ഉസ്ബെക്കിസ്ഥാനിലെയും കാര്യം പറയുന്നു. നിങ്ങൾ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് പറയൂ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് താങ്കളുടെ മുന്നണിയും അല്ലെങ്കിൽ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇടപെട്ടുള്ളത്? നിങ്ങൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഇവിടെ കാഞ്ഞങ്ങാട് കോൺവെന്റിൽ ചെന്ന് നമസ്കരിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി നിങ്ങളുടെ പാർട്ടി പ്രതികരിച്ചിരുന്നു? അതിനുശേഷമല്ലേ കളമശ്ശേരിയിലെ കന്യാസ്ത്രീകളുടെ കുടിവെള്ളം വരെ മുട്ടിച്ച് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് അവിടെ മതിലിടിച്ച് നിരത്തി അത് ആ ഭൂമി കയ്യേറിയത് ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ പ്രതികരിച്ചിരുന്നു? അതിനുശേഷമല്ലേ നിങ്ങൾ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ആ കന്യാസ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ ഛത്തീസ്ഗഡ് അതുപോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ മുതലക്കണ്ണീർ ഒഴുകിക്കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കും. ഇവിടുത്തെ വിഷയത്തിൽ നിങ്ങൾ വേട്ടക്കാർക്കൊപ്പം നിലകൊള്ളും. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുക. ഇവിടെ നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെ നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട് എണ്ണി പറയൂ. ഈ ചർച്ചയിൽ താങ്കൾ എണ്ണി പറയൂ. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന മുന്നണി, അതിന് നയിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ ഭരിക്കുന്ന താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഭരണകൂടം ഇന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി ക്രിസ്ത്യാനികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണി പറയൂ. ഏത് വിഷയത്തിലാണ്? വൈദികർക്കെതിരെ, കന്യാസ്ത്രീകൾക്കെതിരെ, സഭാ സ്ഥാപനങ്ങൾക്കെതിരെ, സ്കൂളുകൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ നടത്തിയിട്ടുള്ള ഏത് ആക്രമങ്ങളിലാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പക്ഷം ചേർന്ന് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നീതിക്കൊപ്പം നിന്നിട്ടുള്ളത്? ഒന്നിലും നിങ്ങൾ നിന്നിട്ടില്ല. നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം മാത്രമാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇവിടെ മുനമ്പത്ത് നടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ മുനമ്പത്ത് 100-300 ക്രിസ്ത്യാനികൾ തെരുവിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ, കുടുംബങ്ങൾ നിൽക്കുമ്പോൾ അവരോട് എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്തുമാത്രം കള്ളക്കളികളാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കൊപ്പമാണ് നിലകൾ? ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത് എന്താണ്? ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ആൻസർ പറയൂ. ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടൊപ്പം ഞങ്ങൾ നിലകൊണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലും ഉള്ളത് ആണോ? ആണെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറയൂ. ആരാണ്? കോൺഗ്രസിനെ ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ പറയൂ. എണ്ണി നിങ്ങൾ പറയൂ. നിങ്ങൾക്കൊന്നും തന്നെ പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടുത്തെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്ത്യൻ സമുദായത്തെ നിങ്ങൾക്കോ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ LDFനോ UDFനോ ഒരു തരത്തിലും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF
അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്. ആ ഒരു വിഷയത്തിലും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10-15 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സമൂഹം, അത് പുരോഹിതരാവട്ടെ, സാധാരണക്കാരാകട്ടെ, സഭാ സ്ഥാപനങ്ങളാവട്ടെ, മറ്റെന്തും ആവട്ടെ, നേരിട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും നിങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്നിട്ടില്ല. നിങ്ങൾ എതിർപക്ഷത്തിനൊപ്പം തന്നെയാണ് നിന്നത്. നീതിക്കൊപ്പമല്ല നിന്നിട്ടുള്ളത്, അനീതിക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരേന്ത്യൻ വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പെരുപ്പിച്ച് കാട്ടാനുള്ള നിലപാടിനെ ഞങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയും.